പട്ടിക്കാട് ജാമിയ നൂരിയയുടെ വാർഷിക സന്നദ്ധാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം SKSSF നടത്തുന്ന മേഖലാ ജാഥയ്ക്ക് തുടക്കമായി. കരുവാരക്കുണ്ട് മാമ്പുഴ അലി ഹസൻ മുസ്ലിയാരുടെ മക്ബറ സിയാറത്തോടെയാണ് ജാഥയ്ക്ക് തുടക്കമായത്. ശ്രദ്ധേയമായ ഒട്ടേറെ പദ്ധതികളുമായി ഏകദേശം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഗോൾഡൻ ജൂബിലിയുടെ തുടക്കം കൂടിയാണ് ഈ വാർഷിക സമ്മേളനത്തോടുകൂടി ആരംഭിക്കാൻ പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നൂറുകണക്കിന് സ്ഥാപനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മതം പഠിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടെങ്കിലും മുസ്ലിം കേരളത്തിൻ്റെ പരമാധികാര പരമോന്നത പണ്ഡിത സഭ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ മഹാന്മാരായ ഉസ്താദുമാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി നടത്തപ്പെടുന്നു എന്ന് നമുക്ക്. അലി ഹസൻ മുസ്ലിയാരുടെ ഖബർ സിയാറത്തിന് പി സൈദലവി മുസ്ലിയാർ നേതൃത്വം നൽകി. വാഹനജാഥയുടെ പതാക പി സൈദാലി മുസ്ലിയാർ ജാഥ ക്യാപ്റ്റൻ മുസ്തഫ ചാഴിയോടിന് കൈമാറി. ഹംസ റഹ്മാനി കോണുപറമ്പ് മുഖ്യപ്രഭാഷണം നടത്തി. കാളികാവ് സോണിന്റെ നേതൃത്വത്തിലുള്ള ജാഥയ്ക്ക് കരുവാരക്കുണ്ട്, തുവ്വൂർ, അമരമ്പലം, ചോക്കാട്, കാളികാവ് പഞ്ചായത്തുകളിൽ സ്വീകരണം നൽകും. വിവിധ സ്വീകരണ ചടങ്ങുകളിൽ മുസ്തഫ ചാഴിയോട്, ഇർഷാദ് മമ്പാട്ടുമൂല, സഹൽ, സിദ്ദീഖ് ഉതിരംപോയിൽ, ഷബീർ ഉതിരംപോയിൽ എന്നിവർ പ്രസംഗിക്കും. തുവ്വൂരിൽ നടന്ന സമാപന ചടങ്ങിൽ കുഞ്ഞു മുഹമ്മദ് ഫൈസി അഞ്ചച്ചവടി മുഖ്യപ്രഭാഷണം നടത്തി. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന മികവിന്റെ നൂറുമേനി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പ്രതിഭാ സംഗമം നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി വർഗീസ് നിർവഹിച്ചു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ 2011-2012 വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയ മികവിന്റെ നൂറുമേനി എന്ന പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം രണ്ടാം ഘട്ട പരിപാടിയുടെ എല്ലാ സ്കൂളുകളിലും തിരഞ്ഞെടുക്കപ്പെട്ട 50-ലധികം വിദ്യാർത്ഥികളെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള വിദ്യാർത്ഥി പ്രതിഭാ സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത്. കുട്ടികളുടെ അവരുടെ വരുംകാല പരീക്ഷയ്ക്ക് SSLCക്ക് 100% വിജയം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവരെ അതിനെ പ്രാപ്തരാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് ഇവിടെ സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CH ഇക്ബാൽ, വത്സമ്മ സെബാസ്റ്റ്യൻ, KA പീറ്റർ, സതി ബിജു, ഡോക്ടർ സാമുവൽ എന്നിവർ പ്രസംഗിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 10 ഹൈസ്കൂളുകളിൽ നിന്നും 10ാം തരത്തിൽ പഠിക്കുന്ന തെരഞ്ഞെടുക്കപ്പെട്ട സമർത്ഥരായ വിദ്യാർത്ഥികളാണ് പ്രതിഭാസംഗമത്തിൽ പങ്കെടുത്തത്. ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പിൽ വിവിധ സെഷനുകളിലായി ഡോക്ടർ ധനീഷ് കുമാർ, മജീദ് മൂത്തേടത്ത്, ഉമ്മർ മാസ്റ്റർ എന്നിവർ ക്ലാസ്സെടുത്തു. 250-ൽ പരം കുട്ടികളും രക്ഷിതാക്കളും ക്യാമ്പിൽ പങ്കെടുത്തു. പദ്ധതിയുടെ രണ്ടാം ഘട്ടമായാണ് ക്യാമ്പ് നടത്തിയത്. ആദ്യഘട്ടത്തിൽ പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം എടക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് നിർവഹിച്ചിരുന്നു. സ്കൂൾ തലത്തിൽ രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പ്രത്യേക യോഗവും വിളിച്ചു. രണ്ടാം ഘട്ടത്തിൽ പ്രതിഭാസംഗമത്തിന് പുറമെ പഠിക്കുവാൻ ശരാശരി നിലവാരവും ശരാശരിയിൽ താഴെ നിലവാരവും പുലർത്തുന്ന കുട്ടികൾക്കായി ക്യാമ്പുകൾ നടത്തി. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി കോളനികൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ക്യാമ്പുകളും സംഘടിപ്പിച്ചു. SSLC പരീക്ഷ തുടങ്ങും വരെ വിവിധ ആക്ടിവിറ്റികൾ നീണ്ടു നിൽക്കും. SSLC പരീക്ഷയിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കുവാൻ കുട്ടികളെ തയ്യാറെടുപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വിഭജിച്ച് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് രൂപീകരിച്ചത് കരുവാരക്കുണ്ട് പുന്നക്കാട് നടുക്കുന്നിലെ കുടുംബങ്ങൾക്ക് വിനയായി. ബ്ലോക്ക് പഞ്ചായത്ത് കൊണ്ടുവന്ന ഏക കുടിവെള്ള പദ്ധതി മുടങ്ങിയതോടെ ഇവരുടെ കുടിവെള്ളം മുട്ടിയ സ്ഥിതിയിലാണ്. കരുവാരക്കുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പൊറ്റയിൽ ആയിഷയുടെ വാർഡിലാണ് കുടുംബത്തിന് ഈ ദുരവസ്ഥ വന്നിരിക്കുന്നത്. വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വിഭജനം പുന്നക്കാട് നടുക്കുന്നിലെ കുടുംബങ്ങൾക്കാണ് വിനയായത്. കിണറും പമ്പ് ഹൌസും കൂറ്റൻ ടാങ്കും ഒരുങ്ങി 1 വർഷം കഴിഞ്ഞിട്ടും ഇവർക്ക് വെള്ളം മാത്രം ലഭിച്ചിട്ടില്ല. കുടിവെള്ള പദ്ധതിക്കായി 2009-2010 വർഷത്തിൽ 3 ലക്ഷം രൂപ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിക്കുകയും 10,000 ലിറ്ററിന്റെ സംഭരണി അടക്കമുള്ള സൌകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വൈദ്യുതി ലഭ്യമാക്കുവാൻ പദ്ധതിയിൽ രൂപ വകയിരുത്തിയിരുന്നില്ല. ഇതിനിടെയാണ് വണ്ടൂർ വിഭജിച്ച് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് രൂപീകരിച്ചത്. പദ്ധതി പ്രദേശം കാളികാവ് ബ്ലോക്കിലായി. ഇതോടെ പൂർത്തിയാക്കാത്ത പദ്ധതിയെന്ന നിലയിൽ തുക നീക്കിവെക്കുവാൻ വണ്ടൂർ ബ്ലോക്കിനും പുതിയ പദ്ധതി ഇല്ലാത്തതിനാൽ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിനും പദ്ധതി യാഥാർത്ഥ്യമാക്കുവാൻ തടസ്സമായി. വൈദ്യുതി ലഭ്യമാക്കാൻ ഫണ്ട് കൂടുതൽ നൽകണമെന്നാണ് ഇപ്പോഴത്തെ പ്രശ്നം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വിവിധ പാർട്ടികൾ വാഗ്ദാനം നൽകിയെങ്കിലും ഇത് നടപ്പിലായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. നടുക്കുന്നിലെ 30ഓളം കുടുംബത്തിന് കുടിവെള്ളത്തിനായി പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം കിട്ടും, ആർക്കെങ്കിലും കിട്ടുക, ചിലവർക്ക് കിട്ടും, ചിലവർക്ക് കിട്ടൂല. 4 ദിവസം 8 ദിവസം കഴിഞ്ഞിട്ട് വരും. പൈപ്പ് പൊട്ടിയല്ലേന്നു. അത് അന്തിക്ക് നേരം പൊടുക്കോളം ഉറക്കൊഴിച്ചെടുക്കണം 4 ദിവസം കൂടുമ്പോ.
പിന്നെ 4 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അന്തിക്ക് വരും, അല്ല പകലില്ല. അത് കിട്ടിയെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഇല്ല. ഉറക്കൊഴിച്ചാൽ വെറുതെ ഉറക്ക് പോയി. അതല്ലേ ഇതിവിടെ ഉണ്ടാക്കിയൊരു 1 കൊല്ലം കഴിഞ്ഞു. ഇതല്ലേ കിണറ് 2 കൊല്ലത്തോളായി ഇപ്പൊ ഉണ്ടാക്കിയിട്ട്. ഇപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് ബോർഡിന്റെ കുറച്ച് മുമ്പാണ് കിണറും ടാങ്കൊക്കെ ഉണ്ടാക്കിയത്. ആ ടാങ്കൊക്കെ ശരിയാക്കിയത്. പിന്നെ ഓല അങ്ങ് 2-3 മാസം കൊണ്ട് വരുന്നതാണ്. 3 മാസം അല്ല 6 മാസം അല്ല 1 കൊല്ലം ആകാൻ 1 കൊല്ലം കഴിഞ്ഞപ്പോ ഒന്നുമില്ല. ഇപ്പൊ ഒരു കാരണം എന്താ പറയുന്നത്, ഓല് കറണ്ട് കിട്ടണില്ല, അതിക്ക് കാല് വരുന്നില്ല. അതൊക്കെ തന്നെ ഓൽക്ക് 2 കാല് വേണം. കരുളായി പഞ്ചായത്തിലെ ആരോഗ്യം, വിദ്യാഭ്യാസ, വികസനകാര്യ വകുപ്പുകൾ LDF-ന് ലഭിച്ചതിനെ തുടർന്ന് കരുളായി ടൗണിൽ LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. ആരോപണ വിധേയനായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP അലി അക്ബർ രാജിവെച്ചൊഴിഞ്ഞ സാഹചര്യത്തിൽ മുൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ പൂഴിക്കുത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിനെ തുടർന്ന് ഒഴിവുവന്ന സ്ഥാനത്തേക്കാണ് LDF-ലെ ഈ വസന്തകുമാരി തിരഞ്ഞെടുക്കപ്പെട്ടത്. വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് കരുളായി ടൗണിൽ നടന്ന പ്രകടനത്തിന് PK അംബികാദേവി, V അസൈനാർ, K കൃഷ്ണൻ, P ബാലൻ എന്നിവർ നേതൃത്വം നൽകി. മലയോര ജനവാസ മേഖലയിൽ വീണ്ടും പുലിയുടെ ആക്രമണം. അമരമ്പലം പഞ്ചായത്തിലെ TK കോളനിയിൽ പുലിയുടെ ആക്രമണത്തിൽ ആട് ചത്തു. ശനിയാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം. TK കോളനി കൊറളിയാടൻ അലവിയുടെ വീടിനോട് ചേർന്നുള്ള കൂട്ടിലെ ആടുകളെയാണ് പുലി ആക്രമിച്ചത്. 4 ആടുകളായിരുന്നു കൂട്ടിലുണ്ടായിരുന്നത്. ഇതിൽ 8 മാസം പ്രായമായ ഗർഭിണിയായ ആടാണ് കൊല്ലപ്പെട്ടത്. പട്ടിക കൊണ്ട് നിർമ്മിച്ച കൂടിന്റെ അഴികളിൽ ഒന്ന് തകർത്ത ശേഷം ആടിനെ വലിച്ച് പുറത്തിടുകയായിരുന്നു. കഴുത്തിന് കടിച്ചു കൊന്ന ശേഷം പകുതിയോളം മാംസം ഭക്ഷിച്ചിട്ടുണ്ട്. ആക്രമണത്തിന്റെ സ്വഭാവം, ഭക്ഷണ രീതി എന്നിവയുടെ അടിസ്ഥാനത്തിൽ പൂർണ്ണ വളർച്ചയെത്തിയ പുലിയാണ് ആക്രമണം നടത്തിയതെന്നാണ് നിഗമനമെന്ന് വെറ്ററിനറി സർജൻ മുഹമ്മദ് ബഷീർ പറഞ്ഞു. കഴിഞ്ഞ 2 മാസത്തിനിടെ TK കോളനിയിൽ മാത്രം 5 ആടുകളാണ് കൊല്ലപ്പെട്ടത്. ന്യൂ അമരമ്പലം സംരക്ഷിത വനമേഖലയുമായി അതിർത്തി പങ്കിടുന്ന TK കോളനി, പാട്ടക്കരിമ്പ്, കവളമുക്കട്ട ഭാഗങ്ങളിൽ നിന്നായി പശുക്കൾ ഉൾപ്പെടെ 15-ലധികം വളർത്തുമൃഗങ്ങളാണ് കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ആക്രമണത്തിനിരയായത്. മലയോരത്തെ പ്രധാന വരുമാന മാർഗമായ വളർത്തുമൃഗങ്ങളിൽ നിന്നുള്ള വരുമാനം ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പുലിയുടെ ആക്രമണം തുടരുമ്പോഴും വനം വകുപ്പ് യാതൊരു പ്രതിരോധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. ആക്രമണത്തിന്റെ സ്വഭാവവും കാൽപ്പാടുകളുടെ അടയാളവും 1-ലധികം പുള്ളികളുണ്ടെന്ന സൂചനയാണ് നൽകുന്നത്. മലയോര മേഖലയിലെ പ്രധാന വരുമാന മാർഗമായ റബ്ബർ ടാപ്പിംഗിനും പുലിഭീതി മൂലം തൊഴിലാളികളെ ലഭിക്കാത്ത അവസ്ഥയാണുള്ളത്. തൊഴിലാളികളിൽ പലരും തലനാരിഴയ്ക്കാണ് പുലിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ചക്കിക്കുഴി ഡെപ്യൂട്ടി റേഞ്ചർ M മോഹൻദാസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി. ഇപ്പോൾ അലവിയാക്കാനത് കരിമ്പന കുഞ്ഞാൻ തോട്ടത്തിൽ അലവി അങ്ങനെ ഒരുപാട് ആടുകളെ പുലി കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ കുറെ പിടിക്കാതെ പോയിട്ടുണ്ട്, ആൾക്കാരെ കണ്ടു ഓടിയിട്ടുണ്ട്. ഇനി 2-3 പേര് ഒരുത്തൻ ടാപ്പിങ്ങിന് പോയപ്പോൾ അവന്റെ നേരെ ചാടി, വേറെ ബൈക്കും പോകും അവന്റെ നേരെ ചാടിയുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പോക്ക് പോയാൽ ജനങ്ങളാകെ ബുദ്ധിമുട്ടിലാകും. അതുകൊണ്ട് പുറത്ത് രാത്രി പോലും മൂത്രമൊഴിക്കാൻ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ കോളനിയിൽ. ആനയും പന്നിയും മുള്ളനും എല്ലാ മൃഗങ്ങളും കോളനി അങ്ങാടിയിൽ കൂടെ വരസുന്ന ഒരു കാലഘട്ടമായി. അപ്പോൾ ഇതിനെത്രയും പെട്ടെന്ന് ഉദ്യോഗസ്ഥന്മാരൊരു പരിഹാരം കണ്ട് എത്തണമെന്ന് ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. DFIക്കും ഡെപ്യൂട്ടിക്കും കൊടുത്തിട്ടുണ്ട്. അവരൊന്നും അതിന് ഉത്തരവാദിത്തമായിട്ടൊന്നും ഒരു അറിയിച്ചിട്ടില്ല. ഇനി ഞങ്ങൾ ഇതൊരു പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു ഗതികേടാണ് വരുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കി തരുന്ന കോളനി എന്ന നിവാസികളായ ആൾക്കാർ അഭിപ്രായപ്പെടുന്നുണ്ട്. കരുളായി വലിയ ബീഡിയക്കൽ കുടുംബസംഗമം നടത്തി. PG ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ 700-ലധികം പേർ പങ്കെടുത്തു. കരുളായി പഞ്ചായത്തിലെ കിണറ്റിങ്ങലിൽ നടന്ന കുടുംബസംഗമം VP കുഞ്ഞുമുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. VP കുഞ്ഞാണി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അഷ്റഫ് എടവണ്ണ, VP കോയ, ഫൈസൽ, ജാഫർ എളമ്പിലാക്കോട്, നാണി ഹാജി എടവണ്ണ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. VP അഹമ്മദ് കുട്ടി, VP അൽഫാദ്, VP അൻവർ സാദത്ത്, VP അബ്ദുൽ കരീം എന്നിവർ നേതൃത്വം നൽകി. കോഴിപ്ര മലവാരത്തിൽ വനാതിർത്തിയിൽ സ്വകാര്യ വ്യക്തി സ്ഥാപിച്ച സൌരോർജ്ജ വേലിയുടെ പാനലുകൾ കത്തിനശിച്ചു. സൌരോർജ്ജ പാനലുകളും എനർജൈസറുകളും മറ്റും സ്ഥാപിച്ച ഷെഡാണ് കത്തിനശിച്ചത്. സൌരോർജ്ജ പാനലുകളും ഉപകരണങ്ങളും കത്തിനശിച്ചത് വേലിയുടെ പ്രവർത്തനം മുടങ്ങാനിടയായി. ഷെഡിലുണ്ടായിരുന്ന വളവും കത്തിനശിച്ചിട്ടുണ്ട്.
ചേനപ്പാടിയിലെ കിഴക്കേതിൽ നാസർ വാഴകൃഷി സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സൗരോർജ്ജ വേലി നിർമ്മിച്ചിരിക്കുന്നത്. കാട്ടാനകളുടെ ആക്രമണത്തിൽ നിന്ന് കൃഷി സംരക്ഷിക്കുന്നതിനാണ് വനാതിർത്തിയിൽ വേലി നിർമ്മിച്ചിരിക്കുന്നത്. പാട്ടത്തിനെടുത്ത ഭൂമിയിൽ 50,000 രൂപയിലേറെ മുടക്കിയാണ് വേലി സ്ഥാപിച്ചിട്ടുള്ളതെന്ന് നാസർ പറഞ്ഞു. വേലി സ്ഥാപിച്ചതോടെ കാട്ടാനകളുടെയും കാട്ടുപന്നികളുടെയും ആക്രമണം കുറഞ്ഞിരുന്നതായി നാസർ പറഞ്ഞു. ബുധനാഴ്ച രാത്രിയാണ് സൗരോർജ്ജ പാനലുകളും എലർജൈസറുകളും ഷെഡും തീയിൽ കത്തിയമർന്നത്. സൗരോർജ്ജ വേലിയുടെ പ്രവർത്തനങ്ങൾ നിലച്ചതോടെ വന്യമൃഗങ്ങൾ ഇറങ്ങുമെന്ന ഭീതിയിലാണ് കർഷകർ. തീപിടുത്തത്തിൽ ദുരൂഹതയുള്ളതായി കർഷകർ പറഞ്ഞു. വൈദ്യുതീകരിച്ച കാർഡുകൾക്ക് 1.5 ലിറ്റർ വീതവും വൈദ്യുതീകരിക്കാത്ത കാർഡുകൾക്ക് 5 ലിറ്റർ വീതവും മണ്ണെണ്ണ ജനുവരിയിൽ ലഭിക്കുമെന്ന് ജില്ലാ സപ്ലൈകോ ഓഫീസർ അറിയിച്ചു. കമ്പോള നിലവാരം. നാലാം ഗ്രേഡ് റബ്ബറിന് കൊച്ചി മാർക്കറ്റിൽ കിലോഗ്രാമിന് 197 രൂപ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പൊന്നിൽ തീർത്ത ബന്ധം ജോസ് ആലുകാസ്. സ്വർണം ഗ്രാമിന് 2540 രൂപ, പവന് 20,320 രൂപ, വെള്ളി ഗ്രാമിന് 49 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് പൊന്നിൽ തീർത്ത ബന്ധം ജോസ് ആലുകാസ്. പ്രധാന വാർത്തകൾ വീണ്ടും. 2011 വിടവാങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം. മേഖലയിൽ ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് തുടക്കമായി. കലാകാരന്മാരുടെ കൂട്ടായ്മ നന്മ ഇത്തവണ ന്യൂ ഇയർ ആഘോഷിച്ചത് ആലംബഹീനരായ ശാന്തി സദൻ നിവാസികൾക്കൊപ്പം. വെള്ളിയാഴ്ച വീശിയ ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം. അമരമ്പലത്തും മൂത്തേടത്തും 1000-ഓളം വാഴകൾ ഒടിഞ്ഞു വീണു. നിലമ്പൂരിൽ തെങ്ങുവീണ് 2 വീട് തകർന്നു. ഗ്രാമങ്ങളിൽ ഹരിത വിപ്ലവം തീർത്ത് വിദ്യാർത്ഥികൾ രംഗത്ത്. പൂക്കോട്ടുംപാടം ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സമീപത്തെ വീടുകളിൽ അടുക്കളത്തോട്ടം നിർമ്മിച്ചാണ് വിദ്യാർത്ഥികൾ വിപ്ലവം സൃഷ്ടിച്ചത്. മലയോര മേഖലയിൽ പുലികൾ വീണ്ടും വിലസുന്നു. ജനവാസ മേഖലയായ TK കോളനിയിലെത്തിയ പുലി ആടിനെ കടിച്ചുകൊന്നു. TK കോളനിയിൽ മാത്രം പുലിയെത്തിയത് 4ാം തവണ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.